ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാലക്കാട് സ്പൈസസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. 1 കപ്പ് മൈദ, 1/4 കപ്പ് പാൽപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇനി നമുക്കൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 4 മുട്ട പൊട്ടിച്ച് ചേർക്കാം. അങ്ങനെ നമ്മൾ 4 മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മൾ മുമ്പേ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഫ്രീസ് ഓവനിലേക്ക് ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡി. അങ്ങനെ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ആവശ്യമായ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ ബീറ്ററും ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രീം ഫ്ലഫി ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല ഹൈ സ്പീഡിൽ. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ക്രീം ചെയ്യാൻ തുടങ്ങാം. 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിതിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ക്രീം ചെയ്യാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് നമുക്ക് ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിൽ ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്കിടെ വെച്ച് ഫുള്ളായിട്ട് ക്രീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ഫുള്ളായിട്ട് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് അല്പം വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റാർ നോസിൽ വെച്ച് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ചെടുത്ത ഫ്ലവറിന് മുകളിൽ ഓരോ ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ നല്ല അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.